കുടുംബബന്ധം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ പഠിക്കേണ്ടത്. അത് കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കണം. അതുകൊണ്ടല്ലേ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാന്റെ റസൂൽ ചില വിഭാഗങ്ങളെ ചൂണ്ടിയിട്ട് ഒരു ദിവസം പറഞ്ഞ വാക്കം എന്തെന്നറിയോ? ഇന്ന ആല ബനി ഫുലാൻ ലൈസൂ ബി ഔലിയാഇ ഇന്നമാ വലിയല്ലാഹു വസാലിഹുൽ മുഅ്മിനീൻ. അള്ളാന്റെ റസൂൽ പറയുകയാണ്, ഇന്ന ആല ബനി ഫുലാൻ, ഇന്ന കുടുംബക്കാരുണ്ടല്ലോ, ആ കുടുംബക്കാര് ലൈസൂ ബി ഔലിയാഇ, അവരെന്റെ സംരക്ഷകരല്ല, അവരെന്റെ സംരക്ഷകരെ അല്ല, അവർ എനിക്ക് സംരക്ഷണം നൽകുന്നവരുമല്ല. ഇന്നമാ വലിയല്ലാഹു വസാലിഹുൽ മുഅ്മിനീൻ, എന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള പടച്ചവനാണ്, ആ പടച്ചവനെ ഏൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസികളായ സ്വാലിഹീങ്ങളുമാണ്. എനിക്ക് ഒരിക്കലും സംരക്ഷകരായി ആ കാണുന്ന വിഭാഗം എനിക്കല്ല. ആരിലേക്കാണ് വിരൽ ചൂണ്ടിയതെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബിനെ വിശ്വസിക്കാത്ത, പ്രവാചകനെ അനുസരിക്കാത്ത, പ്രവാചകനെ ധിക്കരിക്കുന്ന, പ്രവാചകനെ കാണുന്നിടത്ത് വെച്ച് ആക്ഷേപിക്കുന്ന, വിമർശിക്കുന്ന, പ്രവാചകനെ ഏതെല്ലാം നിലയിൽ അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും കഴിയുമോ ആ ആക്ഷേപത്തിന്റെയും വിമർശനത്തിന്റെയും കൂരമ്പകൾ എഴുതുകൊണ്ടിരിക്കുന്ന അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ശത്രുക്കളായിരുന്ന തന്റെ കുടുംബത്തിൽ തന്നെ പെട്ട ആളുകളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഇന്ന ആല ബനി ഫുലാ, ഈ ആളുകളുണ്ടല്ലോ, ഈ കുടുംബക്കാരുണ്ടല്ലോ, ലൈസൂ ബി ഔലിയാഇ, അവരെന്റെ സംരക്ഷകരെ അല്ല, അവരെന്റെ സംരക്ഷകരല്ല, എന്നെ സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്കില്ല. ഇന്നമാ വലിയല്ലാഹു വസാലിഹുൽ മുഅ്മിനീൻ, എന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളത് പടച്ചവനാണ്. പടച്ചവനെ ഏൽപ്പിക്കുന്ന രീതിയിൽ അള്ളാഹുവിന്റെ അടിമകളായ സത്യവിശ്വാസികളാണ്. പിന്നെ അവരോടുള്ള എന്റെ കടപ്പാട് എന്തെന്നറിയോ? അവരോടുള്ള എന്റെ ബാധ്യത എന്തെന്നറിയോ? അള്ളാന്റെ തിരുദൂതർ പറയുകയാണ്, ഞാനും അവരും തമ്മിൽ കുടുംബ ബന്ധമുണ്ട്. അബുല്ലുഹാബി ബിലാലിഹാ, ഞാൻ അതിനെ നട്ട് നനയ്ക്കുന്നതാണ്, അതിനെ വെള്ളമൊഴിച്ചിട്ട് ഞാൻ നനച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, പട്ടാഴിയിലെ ഏതോ ഒരു പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരന് ഒരു ദിവസം അല്ലാഹുവിന്റെ ദീന് മനസ്സിലാക്കിയിട്ട് പരിശുദ്ധമായ ദീന് കൊണ്ട് വിശ്വസിക്കാനുള്ള ആഗ്രഹത്തോടെ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലിമത്തു തയ്യിബ പറഞ്ഞുകൊണ്ട് മുസ്ലിമായെന്നിരിക്കട്ടെ, ആ സമയത്ത് അവന്റെ പ്രിയപ്പെട്ട പിതാവ് വീട്ടിലാണ്, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അവന്റെ പ്രിയപ്പെട്ട മാതാവ് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അവരിപ്പോഴും ഹൈന്ദവ മതത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിൽ തന്നെയാണ്. അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല. അവർ ഇസ്ലാമിനെ പുൽകിയിട്ടില്ല, ഇസ്ലാമിനെ വാരി പുണർന്നിട്ടില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ ദീനവനോട് പറഞ്ഞതെന്തെന്നറിയോ? നീ പള്ളിയിൽ വരുന്നവനാണ്, നീ 5 നേരം നിസ്കരിക്കുന്നവനാണ്, റമളാനിലെ വ്രതശുദ്ധിയുള്ളവനാണ്, നീ ഹജ്ജിന് പോകേണ്ടവനാണ്, ഖുർആൻ ചുമക്കുന്നവനാണ്, വുളുവോടുകൂടി നടക്കുന്നവനാണ്. ശരി തന്നെ, പക്ഷേ നിന്റെ പ്രിയപ്പെട്ട അമ്മ, നിന്റെ പ്രിയപ്പെട്ട അച്ഛൻ എന്തെങ്കിലും ഒരു രോഗം വന്നാ മരുന്ന് വാങ്ങി കൊടുക്കേണ്ട ചുമതല നിനക്കുണ്ട്. അവർക്ക് വേണ്ട വീട് വെച്ചു കൊടുക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അവരെന്റെ സംരക്ഷകരെ അല്ല. നിന്റെ സംരക്ഷകൻ ആരാണ്? അല്ലാഹുവാണ്. ഇന്ന വലിയല്ലാഹ്, എന്റെ സംരക്ഷകൻ അല്ലാഹുവാണ്. വസാലിഹുൽ മുഅ്മിനീൻ, പട്ടാഴി മഹല്ലത്തിലെ സത്യവിശ്വാസികളായ ജനങ്ങളുമാണ്. അല്ലാതെ ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിന്റെ സംരക്ഷകരല്ല. പക്ഷേ നീയും അവരും തമ്മിൽ കുടുംബ ബന്ധമുണ്ട്. അത് വല്ലാത്തൊരു ബന്ധമാണ്. അത് നീ നട്ട് വളർത്തുക തന്നെ വേണം, വെള്ളം നനച്ച് അതിനെ വളർത്തിയെടുക്കുക തന്നെ വേണമെന്ന് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്നറിയോ? ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാള്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ ആകണമെന്നില്ല. വാപ്പ നിസ്കാരമില്ലാത്ത താരിഖു സ്വലാത്താണ്, ഉമ്മ നിസ്കാരമില്ലാത്ത പെങ്ങളാണ്.
പക്ഷെ അവരുടെ മകന് നല്ല ഇബാദത്തിലൂടെ പടച്ചവനിലേക്ക് അടുക്കുന്നവരാണ്, മരിക്കണമെന്ന ചിന്തയുള്ളവരാണ്, മരണശേഷമുള്ള യഥാർത്ഥ ലോകത്തിനു വേണ്ടി പണിയെടുക്കുന്നവരാണ്. പക്ഷേ ജീവിതത്തിൽ അവന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വിശുദ്ധിയില്ലാത്തവരാണ്, തഖ്വയില്ലാത്തവരാണ്. അവരുടെ മനസ്സിന്റെ മോഹം എന്താണ്? യവനെ നിസ്കരിക്കരുത്, യവൻ അല്ലാഹുവിന്റെ കലിമത്ത് പറയരുത്, യവന് റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കരുത്. വാപ്പയും ഉമ്മയും ഏതോ ഒരു പുത്തൻ ചിന്തയിലേക്ക് കടന്നു പോയവരാണ്. ആ കാര്യത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ മകന്റെ നിലപാടെന്താകണമെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നതാണ്, ഈ വാപ്പയും ഉമ്മയും എന്റെ സംരക്ഷകരല്ല, എന്റെ സംരക്ഷകര് അല്ലാഹുവും വിശ്വാസികളുമാണ്. പക്ഷെ വാപ്പയല്ലേ തള്ളിപ്പറയാൻ പറ്റില്ല, ഉമ്മയല്ലേ തള്ളിപ്പറയാൻ പറ്റില്ല. അബുല്ലുഹാബി ബിലാലിഹാ, അതുകൊണ്ട് വെള്ളമൊഴിച്ച് നനച്ചുകൊണ്ടേയിരിക്കണം കുടുംബ ബന്ധത്തെ. ആ ഒരു രീതിയിൽ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉള്ളത് നമ്മൾ ചെയ്യണം. എന്റെ വാപ്പ ഒത്തിരി ചെയ്തത് പരിഗണിക്കപ്പെടൂല. 4 ഉദാഹരണം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെടുത്ത് പറയാം. മരണത്തോടുകൂടി നമ്മുടെ ജീവിതം ആരംഭിക്കുകയാണ്. ആ മരണത്തോടുകൂടി നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ ആ ജീവിതത്തിലേക്ക് ആവശ്യമായ സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ ഇവിടെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഉമ്മാടെ ഉദരത്തിനകത്ത് കിടന്ന് തസ്ബീഹ് ചൊല്ലിയ കുഞ്ഞുങ്ങളുണ്ടോ? ഉമ്മാടെ വയറ്റിനകത്ത് കിടന്ന് ആലമുൽ അർഹാമിൽ വെച്ചിട്ട് നിസ്കരിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഖബറിനകത്ത് പോയി നിസ്കരിക്കാൻ തസ്ബീഹ് ചൊല്ലാനും പറ്റുമോ? പറ്റൂല. അപ്പൊ ഏത് ലോകത്താ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പൊ താമസിക്കുന്ന 3ാമത്തെ ലോകം. എപ്പോഴാണ് ഇത് തീർന്നു പോകുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ഇബാദത്ത് എടുത്തുകൊണ്ട് ജീവിക്കുമ്പോ ആ ഇബാദത്ത് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്തുണ്ടാക്കിയിരിക്കണം. ആരെങ്കിലും ചെയ്തത് നമുക്കതിൽ കയറി, ഇപ്പൊ ഒരാൾ ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റ് നമുക്കൂടെ എടുത്തു തന്നിട്ട് നമ്മളെ കൂടെ കൊണ്ട് പോകാമെന്ന് പറയുന്നത് പോലെ ആരോ ഒരാൾ ചെയ്ത അമലിന്റെ പേരില് വാല് തൂങ്ങിയിട്ട് നമുക്കങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതുന്നെങ്കിൽ ശുദ്ധ സംബന്ധമാണ്. അത് നടക്കൂല, അത് നടക്കൂല. അങ്ങനെ നടക്കണമായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു വാപ്പ രക്ഷപ്പെട്ടു പോകുമ്പോ അതിന്റെ പേരിൽ കൂടെ മകൻ രക്ഷപ്പെടണമായിരുന്നെങ്കിൽ ആര് രക്ഷപ്പെടണമായിരുന്നു? ആര് രക്ഷപ്പെടണമായിരുന്നു? ജീവിതത്തിൽ സുഹൃതങ്ങൾ മാത്രം ചെയ്തിരുന്ന ഒരു വാപ്പ, ആ വാപ്പ തന്റെ പ്രിയപ്പെട്ട മകന്, ജീവിതത്തിൽ യാതൊരു വിശുദ്ധിയുമില്ലാത്ത മകനെ സൽക്കർമ്മത്തിലേക്ക് ക്ഷണിച്ചിട്ടും ആ പ്രിയപ്പെട്ട മകനെ കൂട്ടാക്കാതിരിക്കുമ്പോ മരിക്കാൻ നേരത്ത് ആ പ്രിയപ്പെട്ട മകനെ അവസാന നിമിഷം പറഞ്ഞു, ഒന്ന് വിശ്വസിക്കടാ, ഒന്ന് നീ കപ്പലിലൊന്ന് കയറടാ എന്ന് പറഞ്ഞിട്ട് ആ കപ്പലിൽ പോലും കയറാൻ മടി കാണിച്ച ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, ആ പ്രിയപ്പെട്ട പൊന്നുമോന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള പഴുത് കണ്ടെത്താൻ കഴിയോ? വാപ്പയുടെ കൈ പിടിച്ച്. വാപ്പാരാണ്? 950 വർഷക്കാലം ദീനിന്റെ ദഅവത്ത് നടത്തിയ പ്രവാചകനല്ലേ? 950 വർഷക്കാലം അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടിയിട്ട് പാടുപെട്ട, കഷ്ടപ്പെട്ട ആ പ്രിയപ്പെട്ട പിതാവിന്റെ കൈ പിടിച്ചിട്ട് മകന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. സഹോദരങ്ങളെ, നൂഹ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമോനെ വിളിക്കുകയാണ്, മോനെ വന്ന് കേറടാ കപ്പലിൽ, നീ രക്ഷപ്പെടട്ടെ, നീ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് മകനെ വിളിക്കുമ്പോൾ ആ മകന് പറഞ്ഞ വാക്കെന്തെന്നറിയോ? സആവി ഇലാ ജബലി യഅ്സിമുനി, വാപ്പാ ഞാൻ രക്ഷപ്പെട്ടോളാം, എനിക്ക് പർവ്വതത്തിന്റെ മുകളിൽ കയറി രക്ഷപ്പെടാൻ അറിയാം. അതുകൊണ്ട് വാപ്പാ നിങ്ങൾ എന്നെ നോക്കണ്ട, ഞാൻ രക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട പിതാവിന്റെ വാക്ക് കേൾക്കാതെ മകന് മാറി നിന്നപ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൂഹ് നബി അലൈഹിസ്സലാം പിന്നീട് മകനെ വിളിക്കാൻ നിന്നില്ല. ആ വാപ്പ നേരെ പടച്ചവനിലേക്ക് കൈകൾ നീട്ടുകയാണ്. എന്നിട്ട് വാപ്പ പടച്ചവനോട് ദുആരക്കുകയാണ്, വനാദാ നൂഹു റബ്ബ ഫഖാല റബ്ബി ഇന്ന ബിനീ മിൻ അഹ്ലി, പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട മകൻ എന്റെ അഹ്ലുൽ ബൈത്തിൽ പെട്ടവനാണ്, എന്റെ മകൻ എന്റെ അഹ്ലുൽ ബൈത്തിൽ പെട്ടവനാണ് പടച്ചവനെ, അതുകൊണ്ട് രക്ഷപ്പെടുത്തണം. ആ സമയത്ത് പ്രിയപ്പെട്ട നൂഹ് നബിയോട് അള്ളാഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഞാൻ മകനെ വിളിച്ചു രക്ഷപ്പെടുത്താൻ വിളിക്കുമ്പോ അവൻ രക്ഷപ്പെടുന്നില്ല പടച്ചവനെ, അവന് കപ്പലിൽ കയറുന്നില്ല, അവന് രക്ഷപ്പെടാൻ ഒരുക്കവുമല്ല. അതുകൊണ്ട് തമ്പുരാനെ, നിന്നോട് ഞാൻ ചോദിക്കുകയാണ്,
എന്റെ പൊന്നുമോൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, എന്റെ അഹ്ലുബൈത്തിൽപ്പെട്ടവനാണ്. അതുകൊണ്ട് എന്റെ മകനെ രക്ഷപ്പെടുത്തണമെന്ന് പടച്ചതമ്പുരാന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ അല്ലാഹു നൂഹ് നബിയോട് പറഞ്ഞതെന്തെന്നറിയോ? ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. അല്ലാഹു പ്രവാചകൻ നൂഹ് നബിയോട് പറയുകയാണ്, യാ നൂഹ്, നൂഹ് നബിയെ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, ആ മകൻ നിങ്ങളുടെ അഹ്ലുബൈത്തിൽപ്പെട്ടവനല്ല, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. കാരണം എന്തെന്നറിയോ? അവന് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാ. ഞാൻ പറഞ്ഞ വിഷയം അവിടെയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് രക്ഷപ്പെടണമെങ്കിൽ അതാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ എന്റെ വാപ്പ നല്ലവനായിരുന്നു, വാപ്പ ചെയ്ത അമലുകളോടൊപ്പം എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചിന്തിക്കരുത്. മരണശേഷമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അവനവന് വേണ്ടിയിട്ടുള്ള സൽക്കർമ്മങ്ങൾ അവനവന് നേടിയിരിക്കണം. അല്ലാതെ വാപ്പ തരുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ ആ മകന് രക്ഷപ്പെടണമായിരുന്നെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെടുത്തണമായിരുന്നല്ലോ. പക്ഷേ നൂഹ് നബിയോട് പടച്ചതമ്പുരാൻ പറയുകയാണ്, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവന് സൽക്കർമ്മങ്ങളില്ലല്ലോ നബിയേ. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ പെട്ടവനല്ല. അതുകൊണ്ട് ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളറകളിൽ കോറിയിട്ടോ, എന്റെ വാപ്പ ഏറ്റവും നല്ല മുത്തഖിയായിരുന്നു, നാട്ടിലെ പ്രമുഖനായിരുന്നു, പ്രമാണിയായിരുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല, ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അവനവനെന്ത് അമലുകൾ അവനവന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ എങ്കിൽ മാത്രമേ അവന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. സഹോദരങ്ങളെ, ഇനി നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിച്ചു നോക്ക്. ഏതെങ്കിലും ഒരു മകന് നല്ലവനാണെന്ന് കരുതിയിട്ട് വാപ്പയ്ക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? മകൻ നല്ലവനാണെന്ന് ചിന്തിച്ചിട്ട് ഏത് വാപ്പയാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്? അങ്ങനെ രക്ഷപ്പെടണമായിരുന്നെങ്കിലും മനുഷ്യനാഗരികതയുടെ പ്രപിതാമകൻ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട പിതാവിനെ രക്ഷപ്പെടുത്തണമായിരുന്നല്ലോ. ഒരു മകൻ നല്ലവനാണെന്ന ചിന്തയിൽ വാപ്പാക്ക് രക്ഷപ്പെടാമെന്ന ധാരണയുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല. അത് മാറ്റിക്കുക. ആ ചിന്ത നമുക്ക് അമല് വേണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പിതാവിനെ ദഅവത്ത് ചെയ്തു, വരൂ പിതാവേ, നിങ്ങൾ വിഗ്രഹാരാധകൻ മാത്രമല്ല, വിഗ്രഹത്തിന്റെ നിർമ്മാതാവാണ്, ആ വിഗ്രഹത്തിന്റെ കച്ചവടക്കാരനാണ്. ഇതെല്ലാം നിങ്ങളുടെ മേൽ പടച്ചതമ്പുരാൻ ശാപമായിട്ട് നിങ്ങൾക്ക് വലിയ ശിക്ഷ തരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പ, എന്നെ നിങ്ങൾ വിശ്വസിക്കണം. ആ സമയത്ത് മകനോട് വാപ്പ പറഞ്ഞത്, പറ്റൂല മോനെ, നീ എന്റെ മുമ്പിൽ നിന്ന് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെറിഞ്ഞോടിക്കുമെന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട മകനെ ഷൗട്ട് ചെയ്ത് ആക്രോശിച്ചുകൊണ്ട് വാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാ. ആ സമയത്ത് വാപ്പയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് ചോദിച്ചോളാം, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ നന്നാവൂല. എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചോളാം, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരാൻ. അല്ലാഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? സൂറത്തു തൗബയിൽ കാണാം, വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം ലിഅബീ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വാപ്പയ്ക്ക് വേണ്ടി ചെയ്ത പ്രാർത്ഥന, ഇല്ലാ മൗഇദത്തിന വഅദഹാ ഇയ്യാ, അത് അദ്ദേഹത്തോട് കൊടുത്തൊരു വാക്ക് മാത്രമാണ് മകൻ. ഇബ്രാഹിം നബി വാപ്പയ്ക്ക് കൊടുത്ത ഒരു വാക്ക് മാത്രമാണ്, വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാപം പൊറുക്കലിനെ ചോദിക്കാമെന്ന് പറഞ്ഞ വാക്ക് വാപ്പയ്ക്ക് കൊടുത്ത വാക്ക് മാത്രമാണ്. فلما تبين له أنه عدو لله تبرأ منه. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, തെറ്റു മനസ്സിലാക്കിയപ്പോൾ, ഈ വാപ്പ ആസർ അല്ലാഹുവിന്റെ ശത്രുവാണെന്ന് തിരിച്ചറിഞ്ഞുണ്ടായപ്പോൾ ആ പ്രിയപ്പെട്ട മകൻ എന്താ ചെയ്തത്? തബറഅ മിൻഹു, ആ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങി. ആ ഉത്തരവാദിത്വം അങ്ങോട്ട് കളഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അമല് ചെയ്തോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അമല് ചെയ്തോ, ആ അമല് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു എന്നതിന്റെ പേരില് നിങ്ങളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തണമെന്നില്ല. കാരണം നിങ്ങൾക്ക് സൽക്കർമ്മമില്ല, നിങ്ങൾക്ക് സൽക്കർമ്മമില്ല. അതുകൊണ്ട് ഒരു വാപ്പയ്ക്ക് മകനെ രക്ഷപ്പെടുത്താനും കഴിയില്ല, ഒരു മകന് വാപ്പയെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല, ഈ വാപ്പയ്ക്കും മകനും സൽക്കർമ്മങ്ങളില്ലെങ്കിൽ. അതുകൊണ്ട് മരണശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്താ? സ്വന്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന അമലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, ഇദ്ദേഹത്തിന് ഇദ്ദേഹം ചെയ്യുന്ന അമലുകൾ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം.
എനിക്ക് ഞാൻ ചെയ്യുന്ന അമലുകൾ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം. അല്ലാതെ വാപ്പയുടെയും ഉമ്മയുടെയും പാരമ്പര്യത്തിന്റെ ഊറ്റം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരിമാര് ചിന്തിക്കും, എന്നാ പിന്നെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒന്നും അല്ലെങ്കിൽ ഒരു പ്രഭാഷകനാണ്, അല്ലെങ്കിൽ ഒരു കാളിയാണ്, ഇല്ലെങ്കിൽ പള്ളിയിലൊരു ഇമാമാണ്, അല്ലെങ്കിൽ അറിയപ്പെട്ട ഒരു മതപണ്ഡിതനാണ്, ഒന്നും അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നാട്ടിലെല്ലാവർക്കും സുസമ്മതനായ, ഏറ്റവും നല്ല സുസമ്മതനായ ഒരു സൽക്കർമ്മിയാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്. ആ ഭർത്താവ് എന്തായാലും എന്നെ കൈയൊഴിയില്ല, എന്നെ രക്ഷപ്പെടുത്തും എന്ന് ചിന്തിക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ എന്റെ സഹോദരിമാരെ, നിങ്ങൾ എന്ത് നിങ്ങൾക്ക് ചെയ്തു? ആ നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. കെട്ടിയോന്റെ വഴിക്ക് പോകും. അവിടെ ഒരു സംശയ കാര്യത്തിലില്ല. അങ്ങനെ ഏതെങ്കിലും ഭാര്യമാരെ ഭർത്താക്കന്മാരുടെ വിശുദ്ധി കൊണ്ട് രക്ഷപ്പെടുത്തണമായിരുന്നെങ്കിൽ രക്ഷപ്പെടേണ്ട ഭാര്യമാരാരാ? ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും പ്രിയപ്പെട്ട ഭാര്യമാര് വാഹില വായില എന്ന പേരുള്ള 2 സ്ത്രീകൾ രക്ഷപ്പെടണമായിരുന്നല്ലോ. വാഹിലയും വായിലയും രക്ഷപ്പെടണമായിരുന്നു. എന്തുകൊണ്ടാ? അവർ ആരുടെ ഭാര്യമാരായിരുന്നു? കാനത്താ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ. അവർ 2 പേര് സ്വാലിഹീങ്ങളായ 2 പ്രവാചകന്മാരുടെ ഭാര്യമാരായിരുന്നു. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാം, മറ്റൊന്ന് ലൂത്ത് നബി അലൈഹിസ്സലാം. ഈ 2 പ്രവാചകന്മാരുടെയും പ്രിയപ്പെട്ട ഭാര്യമാരായിരുന്നു വാഹിലയും വായിലയും. ഈ 2 ഭാര്യമാരും അല്ലാഹു പറയുകയാണ്, ഖാനതാഹുമാ, ഇവർ 2 പേരും സ്വന്തം ഭർത്താക്കന്മാരോട് വഞ്ചന കാണിച്ചവരാണ്. ഇത് പറയുമ്പോ നിങ്ങൾ ആരും കരുതണ്ട, ഈ ഭാര്യമാര് ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട് ആരാന്റെ കൈപിടിച്ച് പുറത്തു പോയെന്ന് അല്ല. ആ വഞ്ചനയല്ല ഇവിടെ വഞ്ചിക്കുന്നു എന്ന് പറഞ്ഞതെന്തെന്നറിയോ? ഇബ്രാഹിം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല ഭാര്യ, ലൂത്ത് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല ഭാര്യ. അതുകൊണ്ട് തന്നെ അവർ 2 പേരും ആ സാലിഹീങ്ങളായ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കീഴിലാകുമ്പോൾ പോലും അള്ളാഹു അവരെ പരിചയപ്പെടുത്തിയത് എന്ത് പറഞ്ഞുകൊണ്ടെന്നറിയോ? അവര് നരകത്തിന്റെ പ്രതീകങ്ങളാണ്, നരകത്തിലെ സ്ത്രീകൾക്ക് പ്രതീകമാണ്, അവർക്കുള്ള ഉപമയാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പരിചയപ്പെടുത്തുകയാ. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഇബാദത്തുകൾ, അവരുടെ അമലു സാലിഹാത്തുകൾ കണ്ടിട്ട് നിങ്ങൾ പനിക്കല്ലേ. ആരാന്റെ വീട്ടിലെ കട്ടിൽ കണ്ടിട്ട് നമ്മൾ പനിക്കണ്ടെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് സൽക്കർമ്മം സുഹൃതം നമുക്കുണ്ടോ? രക്ഷപ്പെടാൻ കഴിയും. അതല്ലാതെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. എന്നാ നിങ്ങൾ നോക്ക്, ചില ഭർത്താക്കന്മാർക്കൊരു ചിന്തയുണ്ട്, എന്റെ ഭാര്യ ഇബാദത്തുള്ളവളാണ്, എന്റെ ഭാര്യ നിസ്കാരമുള്ളവളാണ്, എന്റെ ഭാര്യ സലാത്ത് ചെല്ലുന്നവളാണ്, എന്റെ ഭാര്യ ഇബാദത്തുകളും മുടങ്ങാതെ ചൊല്ലി ചെയ്യുന്നവളാണ്. ഇതെല്ലാം ബുദ്ധിയുള്ളവരല്ലേ? ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വിശുദ്ധിയെ പറ്റിയിട്ട് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയതെന്തെന്നറിയോ? 4 സ്ത്രീകളാണ്, 4 പേരാണ് സ്വർഗത്തിന്റെ നേതാക്കന്മാര്. 4 സ്ത്രീകളാണ് സ്വർഗത്തിന്റെ നേതൃത്വ പദവി അലങ്കരിക്കുന്നവര്. മസ്ജിദുൻ നബവിയുടെ മുറ്റത്തെ മണൽപ്പരപ്പിൽ 4 വിരലുകൾ കൊണ്ട് 4 വര വരച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ പറയുകയാണ്, ഇത് ഖദീജയാണ്, ഇത് ഖദീജയാണ്, ഇത് ഫാത്തിമയാണ്, ഇത് മറിയമാണ്, ഇത് ആസിയയാണ്. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ സ്വർഗ സ്ത്രീകളുടെ നേതാവാണ്. എന്നാൽ ആ സ്വർഗത്തിന്റെ ലീഡറായ സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വ പദവി അലങ്കരിക്കുന്ന ആസിയ ബീവിക്ക് തന്റെ ഭർത്താവിനെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയണമല്ലോ. പക്ഷേ നടക്കില്ല. ഭർത്താവ് നരകത്തിന്റെ അവകാശിയാണെന്ന് മാത്രമല്ല, ഖബറിനകത്ത് നരകത്തിന്റെ എല്ലാ ശിക്ഷകളും അല്ലാഹു തആല അതിന്റെ സാമ്പിൾ കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് പറയുന്ന ആയത്തിൽ മുഫസ്സിരീങ്ങൾ പരിചയപ്പെടുത്തുന്നത് അത് ഫിർഔനെ പറ്റിയാണ്. അത് ഫിർഔനെ പറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് രക്ഷപ്പെടുത്തണമായിരുന്നെങ്കിൽ തന്റെ ചൂരേറ്റ് തന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റിയ, തന്റെ മാറിടത്തിന്റെ സുഗന്ധം ഏറ്റുവാങ്ങിയ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഫിർഔനെ രക്ഷപ്പെടുത്തണ്ടേ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഫിർഔനെ രക്ഷപ്പെടുത്തണ്ടേ? പക്ഷേ അതിന് കഴിയില്ല. ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ സുഹൃതങ്ങൾ ആസിയ ബീവിക്ക് മാത്രമാണ്. ഫിർഔനിന്റെ ദുഷ്കർമ്മങ്ങൾ ഫിർഔന് മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഭാര്യ ചെയ്യുന്ന അമലുകൾ കൊണ്ട് ഭാര്യയ്ക്ക് രക്ഷപ്പെടാൻ പറ്റും, ഭർത്താവിന് അതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ഭർത്താവ് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് ഭർത്താവിന് രക്ഷപ്പെടാൻ പറ്റും,
ഭാര്യയ്ക്ക് രക്ഷപ്പെടാൻ പറ്റൂല. വാപ്പായും ഉമ്മായും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, മോനും മോളും രക്ഷപ്പെടാൻ പറ്റൂല. ഇനി മക്കള് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, വാപ്പാക്കും ഉമ്മാക്കും രക്ഷപ്പെടാൻ പറ്റൂല. ഏതാനും ഖുർആന്റെ ചില സൂചനകൾ മാത്രം ഞാൻ നൽകി എന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ അമല് ചെയ്തിരിക്കണം. നമുക്ക് വേണ്ടി നമ്മൾ അമല് ചെയ്തിരിക്കണം. അല്ലാതെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ അമല് കൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പ്രതീക്ഷ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ മരണത്തോട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ, ഇപ്പോഴാണോ പിന്നീടാണോ, ഇഷാഇന്റെ ഈ വക്കത്തിനാണോ, അടുത്ത സുബഹിന്റെ വക്കത്തിനാണോ, ലോഹറിന്റെ വക്കത്തിനാണോ, അതല്ല അസ്വറിന്റെ വക്കത്തിനാണോ, മഗ്രിബിന്റെ വക്കത്തിനാണോ എന്നതിലല്ലേ സംശയമുള്ളൂ. മരിക്കും എന്നതിൽ ആർക്കും സംശയമില്ല. അത് ഏത് വക്കത്തിലാണ്, അത്രയുള്ള ഡൗട്ട്. ഈ അഞ്ചാലൊരു വക്കത്തിലായിരിക്കുമല്ലോ നമ്മൾ മരിക്കുക. ആ ഒരു വിഷയത്തിൽ നമ്മൾ എന്തായിരുന്നാലും ഉറപ്പിച്ചിരിക്കുന്നു, അഞ്ചാലൊരു വക്കത്തിൽ നമ്മൾ മരിച്ചിരിക്കും. പക്ഷേ അത് ഏതിലാണ് എന്നതിൽ മാത്രമേ നമുക്ക് വിവരമില്ലാത്ത, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ജ്ഞാനമില്ലാതിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് അമല് ചെയ്യണം. ആരുടെയെങ്കിലും അമലുകൾ കണ്ടിട്ട് നമ്മൾ അഭിമാനപുളകിതരാകേണ്ട കാര്യമില്ല. നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ദുനിയാവെന്ന് പറയുന്നത്, ഈ ദുനിയാവിന്റെ നമ്മുടെ ജീവിതം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഇന്നലെ എങ്ങനെ അഫ്സൽ പ്രസംഗിച്ചു, അഫ്സൽ ഖാസിമി, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ആ കുഞ്ഞ് ജനിക്കുമ്പോൾ 5 ഘട്ടങ്ങളാണ് അവന്റെ ജീവിതത്തിലുള്ളത്. 5 ഘട്ടങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. നമുക്കറിയാം, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഈ 5 ഘട്ടങ്ങളാണ് ഒരു മനുഷ്യ ജീവിതത്തിലുള്ളത്. ഒന്നാമത്തെ ഘട്ടം ശൈശവമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുല കുടിക്കുന്ന പ്രായം 2 വയസ്സ്. ആ 2 വയസ്സ് വരെയുള്ള പ്രായത്തിനാണ് ശൈശവം എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടോ. ശൈശവം എന്ന് പറയുന്നത് 2 വർഷക്കാലം മുല കുടിക്കുന്ന പ്രായം, അതിനാണ് ശൈശവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ശൈശവകാലം കഴിഞ്ഞതിന് ശേഷമാണ് ബാല്യകാലം. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8-9 വയസ്സുവരെ അവന് ബാലനാണ്. ബാലചാപല്യങ്ങളുള്ള ഒരു ബാലൻ എന്ന് പറഞ്ഞാൽ അവന് ശിശുവല്ല, ശൈശവദശ പിന്നിട്ടിട്ടൊരു ബാലനായി അവൻ മാറുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഏകദേശം ഒരു 18 വയസ്സുവരെയുള്ള പ്രായത്തിനാണ് കൗമാരം എന്ന് പറയുന്നത്. ആ കൗമാരക്കാരെന്ന് പറയുന്ന ആ 18 വയസ്സുവരെയുള്ള പ്രായം, അത് കഴിഞ്ഞിട്ട് 18 മുതൽ 40 വയസ്സുവരെയാണ് യൗവനം എന്ന് പറയുന്നത്. 40ാമത്തെ വയസ്സ് മുതൽ അങ്ങോട്ട് തുടങ്ങുന്നുള്ളത് വാർദ്ധക്യമാണ്. അതിന് നമ്മൾ സൗകര്യാർത്ഥം മധ്യവയസ്കൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ 5 ഘട്ടങ്ങളെ ലോകത്ത് മനുഷ്യനിലുള്ളൂ. 1 ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഈ 5 കാലങ്ങളിലും 5 മൈൻഡാണ് നമുക്ക്. ശൈശവദശയിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ശിശുവായിരിക്കുമ്പോ ആ കുട്ടിക്ക് എല്ലാം കളിയാണ്. പാമ്പഴഞ്ഞ് വീട്ടിൽ കയറിയാലും ആ പാമ്പിനെ എടുത്ത് തോളത്തിട്ട് കളിക്കും. അതിനോട് മലമൂത്ര വിസർജനം ചെയ്തിട്ടത് വാരി കളിക്കും. അത് ചെറിയ കുഞ്ഞാണ്, ശിശുവാണ്. പക്ഷേ ഒരു ബാലനായാൽ, ബാല്യകാലത്തിലേക്ക് അവന് വന്നാൽ, പിന്നീട് അവന് വിനോദമാണ് പ്രിയം. നിങ്ങൾ നോക്ക്, 9 വയസ്സ് വരെയൊക്കെയുള്ള പ്രായത്തില്, 2 വയസ്സ് കഴിയുന്ന ഒരു കുട്ടി 9 വയസ്സ് വരെയുള്ള പ്രായത്തില് വാപ്പ എപ്പോ പുറത്തു പോയാലും ബൈക്കിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവും, കാറെടുത്ത കാറിന്റെ അകത്തുണ്ടാവും, പള്ളിയിൽ പോയാൽ കൂടെ പള്ളിയിൽ വരും. അത് വിനോദമാണ് അവന് പ്രിയം. അവന് പിന്നെ കളിയല്ല, എപ്പോഴും വിനോദം. സൈക്കിൾ ചവിട്ടുക വിനോദം. അവന് കുട്ടികളുമായിട്ട് മറ്റ് പല കളികളും കളിക്കുക.
അവന് വിനോദമാണ് ഇഷ്ടം പിന്നീട് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് കൗമാരത്തിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നേരെ ചേഞ്ച് ആവുകയാണ് അവന്റെ ചിന്ത. കൗമാരത്തിലേക്ക് വരുമ്പോ പിന്നെ അവന്റെ ചിന്ത മുഴുവനും അഴകാകലാണ്. ചെറിയ മീശ മുളയ്ക്കുന്ന പ്രായം. ആ കൗമാരക്കാരൻ പിന്നീട് എപ്പോഴും കണ്ണാടിയുടെ മുന്നിലാണ്. അവന് മീശ വളർന്നിട്ടുണ്ടോ, മീശയ്ക്ക് വലിപ്പം വെക്കുന്നുണ്ടോ, അവന് ഉയരം വെച്ചിട്ടുണ്ടോ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ ഘടനയ്ക്ക് മാറ്റം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കൗമാരക്കാരിയായ പെണ്ണ് പിന്നീട് എപ്പോഴും അഴകിനെ ഇഷ്ടപ്പെടുന്നവളാണ്. പുരികം ത്രെഡ് ചെയ്യാനും അതുപോലെ തന്നെ കണ്ണിന്റെ പീലിക്ക് ഐലൈനർ വരച്ചിട്ടതിന്റെ പീലിക്ക് നീളം കൂട്ടാനും അവളുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക് തേച്ചിട്ട് ചുണ്ട് ചുവപ്പിക്കാനും ഒക്കെയുള്ള അവളുടെ ആ ഒരു ജിജ്ഞാസ, ഒരു അഴകാണ് എപ്പോഴും കൗമാരക്കാർക്ക് പ്രിയമാവുന്നത്. അത് കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലോ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആ കാലയളവിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എപ്പോഴും പ്രൗഢിയാണ്, എപ്പോഴും പത്രാസാണ്. അവന് നല്ല വീട് വെക്കണം. ആ വീട് തന്റെ വീട്ടിലെ നാട്ടിലെ ഏറ്റവും നല്ല വീടായിരിക്കണം. ആ വീട് ആ നാട്ടിലെ ഏറ്റവും നല്ല വീടായിരിക്കണം. തന്റെ വാഹനം ഏറ്റവും നല്ല വാഹനമായിരിക്കണം. അതേ ചിന്തയില്ല മനുഷ്യന്റെ ജീവിതത്തിന്റെ മാറ്റം വരുന്നു. ആ മാറ്റം ജീവിതത്തിൽ വന്നിട്ട് ആ മാറ്റം അവന് യുവത്വത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കും അവന് പിന്നീട് പ്രൗഢിയുടെയും പത്രാസിന്റെയും ലോകമായി മാറുന്നു. അത് കഴിഞ്ഞ് 5ാമത്തെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ പിന്നെ അവന്റെ മൈൻഡ് ഏതിലേക്കാണ് മാറുക? വാർദ്ധക്യത്തിലേക്ക് എത്തിയ ആളുകളെ നിങ്ങളൊന്ന് പരിശോധിച്ചറിയാം. അതെന്റെ മൂത്ത മകന്റേതാണ്, ഇതെന്റെ മൂത്ത മകളുടേതാണ്, ഈ പോകുന്ന വണ്ടി എന്റെ മകളുടേതാണ്, അവിടത്തെ വീട് എന്റെ മകന്റേതാണ്, ഇവിടത്തെ വാഹനം അത് ഞാൻ കൊടുത്തതാണ്, അവിടെ 10 സെന്റ് ഉണ്ടായിരുന്നു ഞാൻ വിറ്റതാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള മുമ്പിൽ പെരുമ പറച്ചിലിന്റെ പ്രായമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത് ഖുർആനിന്റെ ഒരു ശൈലിയാണ് ഞാൻ ഈ പറഞ്ഞത്. ദുനിയാവിനെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തുന്നത് യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. അല്ലാഹ് പറയുകയാണ് യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ, അറിയണേ ദുനിയാവിന്റെ ജീവിതം, ഈ നശ്വരമായ ദുനിയാവിന്റെ ജീവിതം, മരണത്തോട് തീരുന്ന ദുനിയാവിന്റെ ജീവിതം ഏതെന്നറിയോ? സീനത്തുൻ. അല്ലാഹു ലഇബുൻ അല്ലാഹ് പറയുന്നു അതൊരു വിനോദമാണ്, അതൊരു കളിയാണ്, അതൊരു കളിയാണ്. ഇഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ദുനിയാവെന്ന് പറഞ്ഞാൽ ലഇബുന് അല്ലാഹ് പറയുന്നു ആദ്യത്തെ അവസ്ഥയാണ് അല്ലാഹ് പറയുന്നത് കളിതമാശയാണ്. പിന്നീട് അല്ലാഹ് പറയുന്നത് വലഹുവിന് വിനോദമാണ്. പിന്നീട് അല്ലാഹ് പറയുന്നവ സീനത്തുൻ അഴകാകലാണ്. പിന്നീട് അല്ലാഹ് പറയുകയാണ് പ്രിയപ്പെട്ടവരെ വതഫാഖുറും ബൈനകും, വതഫാഖുറും ബൈനകും നിങ്ങളുടെ പ്രൗഢിയാണ്, വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. മക്കളുടെ വിഷയത്തിലും അതുപോലെ സമ്പത്തിന്റെ വിഷയത്തിലും സന്താനങ്ങളുടെയും സമ്പത്തിന്റെയും വിഷയത്തിൽ പരസ്പരം പ്രൗഢി നടിക്കലാണ് ദുനിയാവെന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ദുനിയാവില് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ 5 കാലങ്ങളെ സംബന്ധിച്ച് 5 ഘട്ടങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പ്രതിപാദിച്ചതാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഇത്രയുള്ള ദുനിയാവെന്ന് പറഞ്ഞാൽ ഇതിലേറ്റവും അവസാനം പറഞ്ഞത് ഏതാ? നമ്മൾ പ്രൗഢി നടിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞത്. ആ പ്രൗഢിയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അമലുകളില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും അതുപോലെ തന്നെ മറ്റേതെങ്കിലുമൊക്കെ പാരമ്പര്യങ്ങൾ പറഞ്ഞിട്ട് പ്രൗഢി പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ അന്തസ്സ് നടിച്ച് പെരുമ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഇത് എവിടം വരെ ഉണ്ടാവുമെന്നറിയോ? ശൈശവദശയിലുള്ള കുട്ടിയുടെ കളിതമാശകൾ ബാല്യത്തിലെത്തുമ്പോൾ മാറും. ബാലനായിരിക്കുന്ന കുഞ്ഞിന്റെ വിനോദം അവന് കൗമാരത്തിലെത്തുമ്പോൾ മാറും. കൗമാരത്തിലുള്ള ഒരു കുഞ്ഞിന്റെ അഴകാകലി യുവത്വത്തിലേക്ക് എത്തുമ്പോഴും മാറും.
യുവാവായിരിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രൗഢി വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴേക്ക് മാറും. വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ഒരാളുടെ പെരുമ പറച്ചിൽ അല്ല പറയുകയാണ് തീരൂല, അതിന് അവസാനമില്ല. അത് എവിടെയാണ് ചെന്നെത്തുന്നതെന്നറിയോ? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അല്ല പറയുകയാണ് അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, എല്ലാ മഗ്രിബിനും പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്, നിങ്ങളെ പെരുമ പറച്ചിലും നശിപ്പിച്ചിരിക്കുകയാണ്. അൽഹാക്കും, നിങ്ങളെ ജോലിയാക്കിയിരിക്കുകയാണ്, നശിപ്പിച്ചിരിക്കുകയാണ്. അത്തകാസുറു, പെരുമ പറച്ചില്. എനിക്കതുണ്ട്, എന്റെ വാപ്പയ്ക്ക് അതുണ്ടെന്ന് പറഞ്ഞിട്ട് പെരുമ പറച്ചിൽ, അത് നിങ്ങളെ നശിപ്പിച്ചിരിക്കുകയാണ്. ഏതുവരെയാ നിങ്ങൾ പെരുമ പറയുന്നതെന്നറിയോ? ഏതുവരെയാണ് നിങ്ങൾ ഈ പെരുമ പറയുന്നത്? ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബറിലേക്ക് നിങ്ങളെ കൊണ്ടുവയ്ക്കുന്നത് വരെ, മരണാനന്തര ജീവിതം വരെ. ഞാൻ പറഞ്ഞ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ആലമുൽ അജ്സാദ് എന്ന മൂന്നാമത്തെ ലോകത്തിലേക്ക് നമ്മൾ വന്ന് ഇവിടെ ചെയ്യേണ്ട കർമ്മങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് പെരുമ പറച്ചില. ഈ പെരുമ പറച്ചിൽ എവിടം വരെ ഉണ്ടാകും? മരണത്തിന് തൊട്ട് ശേഷമുള്ള ബർസഖ് എന്ന നാലാമത്തെ ലോകം വരെ ഉണ്ടാകും. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങളെ മരിച്ച് 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഖബറിലേക്ക് കൊണ്ടുവയ്ക്കുന്നതുവരെയും നിങ്ങൾ ഈ പെരുമ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് യാത്ര ചെയ്ത് സഞ്ചരിച്ച് ഉറങ്ങി എഴുന്നേറ്റ് നമ്മൾ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് കുളിച്ച് രസിച്ച് സന്തോഷിച്ച് സല്ലപിച്ച് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിനിടയിൽ നമ്മൾ മറന്നുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ജീവിതമാണ്. 1-ാം ലോകത്ത് വെച്ച് 2-ാമത്തെ ലോകത്തിലേക്ക് ഒന്നും നമ്മൾ തയ്യാറാക്കണ്ടായിരുന്നു. 2-ാമത്തെ ലോകത്തിൽ വെച്ച് 3-ാമത്തെ ലോകത്തിന് ഒന്നും തയ്യാറാക്കണ്ടായിരുന്നു. പക്ഷേ 4-ാമത്തെ ലോകത്തിലേക്ക് പോയി 5-ാമത്തെ ലോകത്തിന് വേണ്ടി ഖബറിൽ വെച്ച് ഒന്നും നേടാനുമില്ല. ആകെ ഉള്ളത് എവിടെയാ? ഈ 3-ാമത്തെ ലോകത്തിൽ മാത്രമേ ഉള്ളൂ 4-ാമത്തെ ലോകത്തിലേക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത്. അതാണ് മടക്കമില്ലാത്ത യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കരുതേണ്ടത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമൽ സാലിഹാത്തുകളാണ്. ആ അമൽ സാലിഹാത്തുകൾ എപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ, എവിടെ വെച്ച് നമുക്ക് നഷ്ടമായി പോകുമോ, ആ നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭം മുതൽ നമ്മൾ പരാജയത്തിലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിന്റെ 4 ഉപദേശങ്ങൾ കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനെ ഉപദേശിക്കുകയാണ്. 4 ഉപദേശങ്ങൾ അവന്റെ ജീവിതത്തിൽ വലിയ ഫലപ്രദമായ ഉപദേശങ്ങൾ, ഫലം ചെയ്യാൻ അവന്റെ ജീവിതത്തിൽ അവൻ ഉപകരിക്കാൻ 4 ഉപദേശങ്ങൾ ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു കൊടുക്കുകയാണ്. ഏതാണ് 4 ഉപദേശമെന്നറിയോ? ഒരു മനുഷ്യനെ ഏതെങ്കിലും ഒരു നിലയിൽ അഭിമാനത്തോടെ, അതല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ അഭിമാനം പറഞ്ഞുകൊണ്ട്, ഊറ്റം പറഞ്ഞുകൊണ്ട്, പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അതായിരുന്നു ഇതായിരുന്നെന്ന് പറയാൻ അവന് കഴിവുള്ളത് 4 കാര്യങ്ങളാണ്. ആ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും അവന് പറയുന്നത്. ആ 4 കാര്യങ്ങൾ വെച്ച് തന്നെയാണ് ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപദേശം തുടങ്ങുക. ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ തഗ്തർ ബിമകാനിൻ സാലിഹീ, നീ നല്ലൊരു സ്ഥലത്താണെന്ന് കരുതിയിട്ട് നീ വഞ്ചിതനായി പോകരുത്. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പട്ടാഴിയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല സ്ഥലത്താണെന്ന് ചിലരൊക്കെ ചിന്തിച്ചേക്കാം. ഏറ്റവും നല്ല സ്ഥലമാണിത്, ഏറ്റവും നല്ല സ്ഥലമാണ്, പേര് കേട്ട സ്ഥലമാണ് എന്റെ നാട്. എന്റെ നാടാണ് ഏറ്റവും നല്ല പേര് കേട്ട നാട്. ഇവിടെ ഞാൻ ജീവിക്കുമ്പോ പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? ചില ആളുകൾ പറയാറുണ്ട്, മതബോധമുള്ള നാടാണ് ഞങ്ങളുടെ നാട്, ദീനീ ചൈതന്യമുള്ള നാടാണ് ഞങ്ങളുടെ നാട്.
ആ നാട്ടിൽ ഞങ്ങൾ താമസിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ലല്ലോ. ഞങ്ങൾ താമസിക്കുന്ന നാടിന്റെ പ്രത്യേകത അത് ഏറ്റവും നല്ല നാടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. അല്ലാഹു നാളെ നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് ചിന്തിക്കുന്നവരെ, സ്വന്തം പിറന്ന നാടിന്റെ അഭിമാനത്തിൽ, ആ നാട് സ്വന്തം നാട് മതത്തിന്റെ വിഷയത്തില്, ദീനിന്റെ വിഷയത്തില്, ആരാധനയുടെ വിഷയത്തില് നമ്പർ 1 ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ നാട്ടുകാരനാണെന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ അമലുകളൊന്നും ഇല്ല എങ്കിൽ നീ നല്ലൊരു നാട്ടിൽ താമസിച്ചു എന്നുള്ളത് നിനക്ക് രക്ഷപ്പെടാനുള്ള യാതൊരു കാരണവുമല്ല. നീ അമല് ചെയ്യണം രക്ഷപ്പെടണമെങ്കിൽ. അല്ലാതെ നല്ല നാട്ടിൽ പിറന്നു എന്നുള്ളത് നിന്റെ വിജയത്തിന്റെ ക്വാളിറ്റിയല്ല, നിനക്ക് രക്ഷപ്പെടാനുള്ള മാർഗവുമല്ല. ഇത് പറഞ്ഞിട്ട് ഹാത്തമുതങ്ങൾ പറയുന്ന ഉദാഹരണം ആരെയാണെന്നറിയോ? ഫലാമകാനുന അസ്ലഹ മിനൽ ജന്നാ, സ്വർഗത്തേക്കാൾ നല്ല സ്ഥലം വേറെ വല്ലതുമുണ്ടോ? ഏറ്റവും നല്ല സ്ഥലം സ്വർഗമല്ലേ? ആ സ്വർഗത്തിൽ മഹാനായ ആദം നബി അലൈഹിസ്സലാം ലഖിയ ഫീഹാ ആദമു മാ ലഖിയ, ആദം നബി അലൈഹിസ്സലാമിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പരാജയം സ്വർഗത്തിൽ വെച്ചല്ലേ? സ്വർഗത്തിൽ വെച്ചല്ലേ ആദം നബി അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടതിന്റെ പേരില് അവനെ പുറത്താക്കിയെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമ്പത്ത് ചെലവഴിച്ചു. ആ ചെലവഴിച്ച സമ്പത്ത് ബാത്തിലായി പോകാൻ ലക്ഷങ്ങൾ മുടക്കിയാലും ശരി, അതൊക്കെ അതാ ആളുകളുടെ മുമ്പിൽ വെച്ച് ഇത് ഞാൻ കൊടുത്തത് വേറെ ആരെങ്കിലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടക്കാരനാണ്. ചായക്കടയിൽ ഇരുന്നു കൊണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് വായിക്കാൻ കഴിവുള്ള മനുഷ്യനായിരുന്നല്ലോ. ആകാശത്തിന്റെ അധിപനായ പടച്ചവനിലേക്ക് കരങ്ങൾ നീട്ടുമ്പോൾ ആ കൈ വലിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഉത്തരം കൊടുക്കുന്ന മഹാനായിരുന്നല്ലോ. വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നല്ലോ. ഇസ്മുൽ അഅ്ലം എന്ന മഹത്തായ പടച്ചവന്റെ നാമത്തെ പറ്റിയിട്ട് ജ്ഞാനമുള്ള ആളായിരുന്നല്ലോ. പക്ഷേ ബൽഅം ഇബ്നു ബാവൂറ തന്റെ ആ പാണ്ഡിത്യത്തിന്റെ പേരിൽ അഹങ്കരിക്കാൻ തുടങ്ങിയപ്പോൾ, തന്റെ ഇൽമിന്റെ പേരിൽ താൻ അഹങ്കാരിയായി മാറിയപ്പോൾ, അതിൽ വഞ്ചിതനായി മാറിയപ്പോൾ, ബൽഅം ഇബ്നു ബാവൂറ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവന്റെ ആമാശയമാണ് ആദർശത്തെക്കാൾ വലുതായിട്ട് അവന് മനസ്സിലാക്കിയത്. ആ സമയത്ത് അല്ലാഹു എന്താ അവനോട് കാണിച്ചതെന്നറിയോ? അവനെ അല്ലാഹു ഉപമിച്ചത് മസലുഹു കമസലിൽ കൽബ്, അവൻ നായയെ പോലെയാണ്. അല്ലാഹു തആല പലിശക്കാരനെ പോലും ഇങ്ങനെ ഉപമിച്ചിട്ടില്ല, മദ്യപാനിയെ പോലും ഇങ്ങനെ ഉപമിച്ചിട്ടില്ല. വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി, അവന് ഭൂമി ശാശ്വതമാണെന്ന് ചിന്തിച്ചു, മരിക്കില്ല എന്നവൻ കരുതി. അതാണ് കാരണം. അല്ലാഹ് പറഞ്ഞത് വലാകിന്നഹു അഖ്ലദ ഇലൽ അർള്, അവൻ ഒരിക്കലും മരിക്കില്ല എന്നൊരു ധാരണയുണ്ടായി. അവൻ എന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കുമെന്ന ഒരു ചിന്ത അവന്റെ മനസ്സിൽ വന്നു. അത് കാരണമായി വത്തബഅ ഹവാഹു, അവന്റെ തന്നിഷ്ടത്തെ അവൻ പിൻപറ്റി. അവന്റെ തോന്നിയാസത്തിന്റെ പിറകെ അവൻ നടക്കാൻ തുടങ്ങി. ആ സമയത്ത് അല്ലാഹു അവനെ പരിചയപ്പെടുത്തുകയാണ്, മസലുഹു കമസലിൽ കൽബ്, അവന് നായയെ പോലെയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. ഇൽമ് ഒത്തിരി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വഞ്ചിതരാകരുത്. ഇൽമിന്റെ കാര്യത്തിൽ നമ്മൾ ഊറ്റം കൊള്ളരുത്. നമ്മുടെ ജീവിതത്തിൽ സുഹൃതങ്ങൾ ഏത് നിമിഷവും അല്ലാഹു തആല എടുത്തങ്ങ് കളഞ്ഞേക്കാം. അതുകൊണ്ട് ജീവിതയാത്രയിൽ നമുക്ക് അല്ലാഹു തന്ന ഇൽമുകളോ അറിവുകളോ അതൊന്നും ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ ഭാവി നിർണയിക്കുന്നതാണ് എന്ന ചിന്തയേ പാടില്ല. അല്ലാഹു തആല തകിടം മറിക്കാം. അതാണ് ഹാത്തമുൽ സമ്മതങ്ങൾ പറഞ്ഞത്, ലാ തഗ്തറ ബികസുറത്തിൽ ഇൽമി, ഒരിക്കലും നീ വിജ്ഞാനത്തിന്റെ വിഷയത്തില്, ഇൽമിന്റെ വിഷയത്തില് നീ ഒരിക്കലും വഞ്ചിതനായി പോകല്ല മനുഷ്യ. കാരണം എന്തെന്നറിയോ? ഈ ബൽഅമിനെ പറ്റിയത് പാണ്ഡിത്യത്തിന്റെ ഏറ്റവും വലിയ പരമോന്നതിയിലെത്തിയ ശേഷമാണ്. നാലാമത് ഹാത്തമുൽ സമ്മതങ്ങൾ പറയുന്ന ഉപദേശം ഏതെന്നറിയോ? ലാ തഗ്തറ ബിലിഖാഇ സാലിഹീൻ. പിന്നെ ചില ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ പറയും, ഞാൻ ഇന്ന ഉസ്താദിനെ കണ്ടിട്ടുണ്ട്,
ഞാൻ ഇന്ന മഹാണ്ട്, ഞാൻ ഈ ശൈഖുനായ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ അത്രയും വലിയ ബന്ധമായിരുന്നു എന്തുണ്ടോ? അത് ചിന്തിച്ചിട്ട് നീ വഞ്ചിതനായി പോകരുത്. കാരണം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഏറ്റവും വലിയ ശ്രേഷ്ഠനായ സാലിഹായ വ്യക്തി ലോകത്താരെങ്കിലും ഉണ്ടോ? അള്ളാന്റെ റസൂലിന്റെ മുന്നിലല്ലേ അബൂജഹൽ ജീവിച്ചത്? അള്ളാന്റെ ഹബീബിന്റെ തൊട്ടടുത്തല്ലേ പ്രിയപ്പെട്ടവരെ നബി തങ്ങളുടെ ശത്രുക്കൾ ജീവിച്ചത്? ഞാൻ സാലിഹീങ്ങളെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് കരുതരുത്. ഏറ്റവും വലിയ സാലിഹ് നബി മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകനോടൊപ്പം നിന്ന്, ആ പ്രവാചകനോടൊപ്പം ലോകം കണ്ട, ആ പ്രവാചകനോടൊപ്പം മക്കയിലൂടെ നടന്നു നീങ്ങിയ അബൂലഹബ് പരാജയത്തിൽ, അബൂജഹല് പരാജയത്തിൽ. അതുകൊണ്ട് സാലിഹീങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നതിൽ ഊറ്റം പറഞ്ഞ് നമ്മുടെ ജീവിതത്തിന്റെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയേണ്ട കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന ആയുസ്സിൽ നിങ്ങൾക്ക് ഭാവിയിൽ മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടാക്കാം, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ലോകത്തേക്ക് റബ്ബ് നമ്മളെ നിയോഗിച്ചത്, അള്ളാഹു അയച്ചത് ഒരുപാട് വാരി കൂട്ടിക്കൊണ്ടു പോകാനാണെന്നൊരു ധാരണ. സൽക്കർമ്മം ഒത്തിരി കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണെന്ന് ആരും കരുതണ്ട. ഉള്ളത് നല്ലതാണെങ്കിൽ ഒരൽപ്പം അമല് നമുക്ക് മതി, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. ഒരുപാടൊന്നും വേണ്ട, ഒരൽപ്പം. അഖ്ലിസു ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ, നിങ്ങൾക്ക് കുറഞ്ഞ അമലുകൾ മതി. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു തആല രക്ഷപ്പെടുത്തി നിങ്ങളെ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണത്തിന് ശേഷമുള്ള മൂന്നാമത്തെ ലോകത്തിൽ നമ്മൾ ജീവിച്ച് ഇനി മരണശേഷമുള്ള നാലാമത്തെ ലോകത്തിലത്തേക്ക് വേണ്ടി ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോകാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ അമലുകൾ നമുക്കിവിടുന്ന് സ്വായത്തമാക്കണം. മരിച്ചാൽ അടുത്ത നിമിഷം മുതൽ കുറ്റാക്കുറ്റിരുട്ടാണ്. ആ കുറ്റാക്കുറ്റിരുട്ടാകുന്ന ഖബർ ജീവിതത്തിൽ നമുക്കൊരു ചെറിയ കൈത്തിരിനാളം, ഒരു ചെറിയ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലെ ഒരു ചെറിയ പ്രകാശം നമുക്കിവിടുന്ന് കൊണ്ടുപോകണം. അതുകൊണ്ട് തീരുമാനമെടുക്കുക, എന്റെ ഖബറിലേക്ക് എന്നെ കൊണ്ടുവെക്കുമ്പോ ആ ഖബറിലേക്ക് കുറ്റാക്കുറ്റിരുട്ടാകുന്ന മണ്ണറ, ഇരുളിനാൽ പെയിന്റ് അടിക്കപ്പെട്ട മണിയറ, ആ മണ്ണറയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്യുന്നതിൽ ഒരു സുഹൃതം അള്ളാഹു ഖബറിന്റെ വെളിച്ചത്തിന് വേണ്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തായാലും മരിക്കണമല്ലോ, മരിക്കുമ്പോ ഖബറിലേക്ക് കൊണ്ടുപോകും. ആ ഖബറിൽ നമ്മളെ കൊണ്ടുവെക്കുമ്പോ കുറ്റിരുട്ടാണ്. ആ കുറ്റിരുട്ടത്ത് നമുക്കൊരു ചെറിയ പ്രകാശത്തിന്റെ തിരുനാളം ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അത് മറ്റൊന്നുമല്ല, സ്വലാത്തുൽ ലൈലി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, രാത്രിയിൽ നിങ്ങളുടെ നിസ്കാരം ഖബറിന്റെ വെളിച്ചത്തിന് കാരണമാണ്. രാത്രി നിസ്കരിക്കാനുള്ള ഒരു മാസം അള്ളാഹു തന്നത് നമുക്ക് റമളാനാണ്. അല്ലാത്തപ്പോഴും നിസ്കരിക്കണം, രാത്രി മൊത്തത്തിൽ നിസ്കരിക്കണം. പക്ഷേ റമളാൻ മാസത്തിൽ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞിട്ട് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കാൻ, രാത്രി ഹയാത്താകാൻ, പകലുപോലെ പരിശുദ്ധമായ റമളാനിന്റെ രാത്രികളെ ഫലപ്രദമാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുപോകുമ്പോ വിശുദ്ധമായ ഖുർആനിന്റെ പാരായണം നമ്മുടെ ജീവിതത്തിൽ നാളെ നമ്മുടെ ഖബറിലത്തേക്കുള്ള നേരം പോക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖബറിൽ ഒറ്റപ്പെട്ട് കിടക്കണം, ഒന്ന് സംസാരിച്ചിരിക്കാൻ ഒരു മനുഷ്യനുണ്ടാവൂല, ഒന്ന് കുശലം പറയാൻ, ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചിരിക്കാൻ ഒരാളും അവിടെ ഉണ്ടാവൂല. അതുകൊണ്ട് ഇവിടെ നിന്നൊരു ഗെയിം നമുക്ക് കൊണ്ടുപോകണം. മക്കള് മൊബൈലിൽ ഗെയിം കളിക്കുന്നവരല്ലേ, ടാബിൽ അതുപോലെ ഗെയിം കളിക്കുന്നവരാണ്, ലാപ്ടോപ്പിൽ ഗെയിം കളിക്കുന്നവരാണ്, കമ്പ്യൂട്ടറിൽ. എന്റെ ഓരോ മക്കളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഗെയിമുകൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഖബറാകുന്ന അനന്തമായ ആഖിറത്തിന്റെ ആദ്യ കവാടമാകുന്ന ഖബറിൽ നമുക്കൊരു ഗെയിം വേണം, നമുക്കവിടെ നേരം പോക്ക് വേണം. ആ നേരം പോക്ക് ദുനിയാവിൽ വെച്ചാണ് സ്വന്തമാക്കേണ്ടത്. അത് തിലാവത്തുൽ ഖുർആൻ. ഇവിടെ വെച്ച്
വെച്ച് എത്ര ഖുർആൻ ഓതുവോ അത്രത്തോളം നമുക്ക് നാളെ നേരം പോക്കാണ്, അത്രത്തോളം നമുക്ക് നേരം പോക്കാണ്. അതുകൊണ്ട് ഇരുളിനെ മാറ്റിവെക്കാൻ രാത്രിയിൽ നിസ്കരിക്കുക. ആ ഖബറിനകത്ത് നേരം പോക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുക. അങ്ങനെയുള്ള അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് 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 നാളെ അല്ലാഹു തആല നിശ്ചയിക്കുന്ന ഒരു സമയം നമ്മൾ മരിക്കണം. ആ മരിക്കുന്ന സമയം നമ്മളെ ഓരോരുത്തരെയും അല്ലാഹു നിശ്ചയിച്ച പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവച്ച് നമ്മുടെ പ്രിയപ്പെട്ടവര് മണ്ണിട്ട് മൂടുന്ന ആ ഒരു ദിവസം, ആ ദിവസത്തിൽ നമുക്ക് ഏറ്റവും സ്വസ്ഥമായി കിടക്കാൻ പറ്റുന്നൊരിടം. പല ആളുകളും പറയും ഖബർ ഭീകരമാണ്, പക്ഷെ ഖബർ പോലെ സുഖമുള്ളൊരു സ്ഥലം വേറെയില്ല. ആരുടെയും ശല്യമില്ല, ആരുടെയും ഉപദ്രവമില്ല. നമ്മൾ ചെയ്ത സുഹൃതങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം തരും. അതുകൊണ്ടാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുമ്പോ, സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അവർ ഓടി വന്നിട്ട് തലയിൽ കൈവച്ചിട്ട് പറയുകയാണ്, വാ ഹുസ്നാ, സഹിക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു വേദനയാണ്, ഭർത്താവിന്റെ മരണം, സക്രാത്തിന്റെ വേളയിൽ കിടക്കുന്ന പ്രിയതമന്റെ മരണത്തിന്റെ വേദന തന്റെ പ്രിയപ്പെട്ട ഭാര്യ പങ്കുവെക്കുകയാണ്. വാ ഹുസ്നാ, സഹിക്കാൻ പറ്റുന്നില്ല ദുഃഖം. ആ സമയത്ത് ഭർത്താവ് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? മരിക്കാൻ കിടന്ന ബിലാൽ തങ്ങൾ പറഞ്ഞു, വാ തുർബാ, എന്തൊരു സന്തോഷം, എനിക്ക് അതിരുകളില്ലാത്ത സന്തോഷം. ഭാര്യ അത്ഭുതപ്പെട്ടു. ആ ഭാര്യ ചോദിച്ചു, ഞാൻ ദുഃഖത്തിന്റെ കാര്യം പറയുമ്പോ നിങ്ങൾ എന്തിനാണ് സന്തോഷത്തിന്റെ കാര്യം പറയുന്നത്? എന്നെ കണ്ട് നിങ്ങൾ മടുത്തത് കൊണ്ടാണോ? ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, ഗദൻ അൽഖാ മുഹമ്മദൻ വഅസ്ഹാബാ, അടുത്ത നിമിഷം, ഞാൻ മരിച്ച അടുത്ത നിമിഷം എനിക്ക് എന്റെ മുഹമ്മദ് മുസ്തഫയെ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടത്തെയുടെ സഹാബത്തിനെ കാണാം. അപ്പൊ നമ്മൾ ഈ മരണം എന്ന് പറയുന്ന ആ ഒരു വലിയ മറ അതങ്ങ് മാറിക്കിട്ടിയാൽ ഖബർ പോലുള്ള സുഖം ലോകത്ത് വേറെ എവിടെ കിട്ടാനാ? അതുകൊണ്ട് ഖബർ ഭീകരമാണ്, ഖബർ വല്ലാത്ത ഭീകരതയാണ് എന്നൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നു. അത് ഖബർ ഭീകരമാകുന്നത് ഭൂമിയിൽ സുഹൃതങ്ങളില്ലാത്തവർക്കാണ്. നമുക്കെന്തിന്റെ ഏതിന്റെ പ്രശ്നമാ ഉള്ളത്? നമുക്ക് അല്ലാഹു പള്ളി തന്നു, നമ്മുടെ വീട് മുസല്ലയാക്കി തന്നു, ലോകത്ത് എവിടെ പോയാലും നിസ്കരിക്കാം. ഖൽബിൽ അല്ലാഹു തആല ഈമാൻ തന്നു, വിശുദ്ധമായ കലിമയുടെ വക്താക്കളാക്കി തന്നു, സൽക്കർമ്മങ്ങൾക്ക് അവസരങ്ങൾ തന്നു. അൽഹംദുലില്ലാഹ്, ഒരു വാട്സപ്പ് കൂട്ടായ്മ, ഇപ്പൊ വേണമെങ്കിൽ ഗാനമേളയോ എന്തെങ്കിലും അവർക്ക് വെക്കാം. ഈ കൂട്ടായ്മയ്ക്ക് വാട്സപ്പ് കൂട്ടായ്മയാണ്. പക്ഷെ അവര് ഈ കാണുന്ന രീതിയിൽ മനോഹരമായ ദീനി മജ്ലിസ് സംഘടിപ്പിച്ചിട്ട് പരിശുദ്ധമായ ദീനിന്റെ നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വേര് സംഘടിപ്പിക്കുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ. പ്രവാസികളാണ് അധികവും. അള്ളാഹു അർഹമായ നല്ല സവാബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, നല്ല കൂലി അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പരിശ്രമങ്ങൾക്ക് ഏത് വിഷയങ്ങൾ ചോദിച്ചാലും ഏത് വിഷയങ്ങളിൽ ഇടപെട്ടാലും അവർ ആത്മാർത്ഥമായി അവരുടെ ഈ ഇടപെടൽ, മനസ്സ് അവിടെ, ശരീരം അവിടെയാണെങ്കിലും മനസ്സ് ഈ പട്ടാഴിയിലെ ഈ പറയപ്പെടുന്ന ഈ അനുഗ്രഹീതമായ മജ്ലിസിൽ അവർ ഉണ്ട് എന്ന രീതിയിൽ അവരുടെ മനസ്സാക്ഷി മുഴുവനും ഇവിടത്തുകാരോടൊപ്പം ചേർന്ന് നിന്നിട്ട് നല്ല ഒരു നാളേക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആ പ്രവർത്തകർക്ക് അല്ലാഹു ഉന്നതമായ സവാബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി ആരെല്ലാം പരിശ്രമിച്ചിട്ടുണ്ടോ അവർക്കൊക്കെയും നല്ല കൂലി അല്ലാഹു നൽകട്ടെ. നാളെ ചെന്ന് ഖബറിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അവിടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒരു നല്ല അവസ്ഥ അല്ലാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളും നാളെ ഒരു സമയത്ത് ഖബറിലേക്ക് വെക്കപ്പെട്ട് ഒരു പുതുതലമുറ നാളെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുന്ന ഖുർആനിന്റെ അധ്യാപനമാണല്ലോ. നമുക്ക് വേണ്ടി മാത്രം പോരാ. റബ്ബന ഗുഫിർ ലനാ വലി ഇഖ്വാനിനല്ലദീന സബഖൂന ബിൽ ഈമാൻ. നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, പട്ടാഴിയിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ ദ്വാരക്കേണ്ടത്. റബ്ബന ഗുഫിർ ലനാ വലി ഇഖ്വാനിനല്ലദീന സബഖൂന ബിൽ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണം. ഞങ്ങൾക്ക് മാത്രമല്ല
ഞങ്ങളുടെ പ്രിയപ്പെട്ട മുന്നോറുകൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മുൻഗാമികൾ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവർക്കും നീ പുറത്തു കൊടുക്കണം എന്ന് ദുആ ചെയ്യുന്ന ഖുർആനിന്റെ അധ്യാപനം ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തെ അന്വർത്ഥമാക്കുന്ന ഒരു പുതുതലമുറയെ നമുക്ക് വാർത്തെടുക്കണം. ഒരു പുതുതലമുറയെ നമുക്ക് വാർത്തെടുക്കണം. ആ പുതുതലമുറ നാളെ നമ്മൾ മരിച്ചു പോയാലും നമുക്ക് വേണ്ടി ദുആ രക്കുന്ന ഒരു തലമുറയായിട്ട് മാറും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടി എല്ലാ പിന്തുണയും കൊടുത്ത എൻ്റെ പ്രിയപ്പെട്ട ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ്, ഇങ്ങോട്ട് കൊണ്ടുവരും, ബക്കറ്റ് കൊണ്ടോ, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രിയപ്പെട്ട ഇതിൻ്റെ പ്രവർത്തകർ, സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവിധ സഹായവും അവരുടെ ജീവിതത്തിലുടനീളം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.